ഇന്ന് എന്താണെന്നറിയോ ചെയ്യാൻ പോകുന്നേ? ഗോതമ്പൊടിയൊക്കെ എടുത്തു വെച്ചിട്ടേ ഒരട ഉണ്ടാക്കി തിന്നാൻ ഒരു മോഹം. നല്ല മഴയല്ലേ? അപ്പോഴത്തേനും ഗോതമ്പൊടി വെച്ച് ഒരട ഉണ്ടാക്കുവാണേ. പല രീതിയിൽ ഉണ്ടാക്കാം. ഓട്ടട ഉണ്ടാക്കാം, ഇലപ്പരത്തി അട ഉണ്ടാക്കാം. ഓട്ടട ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങയും പഞ്ചസാരയും ഒരു നുള്ളുപ്പും ഒക്കെ ചേർത്തിട്ട് കുഴച്ച് നമ്മൾ പരത്തി ചുട്ടെടുക്കും. എന്നിട്ട് കറി കൂട്ടി തിന്നുന്നത്, തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഓട്ടട പോലത്തെ ഇല്ലേ, അതെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. ഇലയുടെയും എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ എനിക്ക് ഇന്ന് തിന്നാനൊരു മോഹം. അപ്പം ഞാൻ നേരെ ഉണ്ടാക്കുക. നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരുക കേട്ടോ. ഞാനൊരു രണ്ടട ഉണ്ടാക്കുന്നുള്ളേ. അപ്പം എങ്ങനെയാണ് നോക്കുക. ഞാൻ കുറച്ച് പൊടിയേ എടുത്തിട്ടുള്ളൂ. അരക്കപ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്, ഗോതമ്പ് പൊടി. ഇത് അരിപ്പൊടി വെച്ചും ഉണ്ടാക്കാം, ഗോതമ്പ് പൊടി വെച്ചും റാഗിയോ എന്ത് വെച്ചിട്ടാണേലും ഉണ്ടാക്കാം. പക്ഷെ ഇന്നിപ്പോൾ ഒരു ഗോതമ്പ് പൊടി അട എങ്ങനെയാണെന്ന് നോക്കാം. അടയ്ക്കകത്തൊരു ഫില്ലിങ് വേണമല്ലോ. ഒരു മുറി തേങ്ങ എടുത്തു, ശർക്കരപ്പൊടി എടുത്തേക്കുന്നത്, പിന്നെ ഒരിച്ചിരി ഏലക്കാപ്പൊടിയും കുറച്ച് നെയ്യാണ്, പിന്നെ ഒരു വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ. ചട്ടി അടുപ്പിൽ ചൂടാകാൻ വെച്ചിട്ടുമുണ്ട്. ഇത് ഒരു തവയാണേ. അപ്പം എന്താ, ആദ്യം തന്നെ നമുക്ക് ഗോതമ്പൊടി ഒന്ന് കുഴയ്ക്കാം. അതിനകത്തേക്ക് ആദ്യമേ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടെ ചേർക്കണേ. ഇതാ ഗോതമ്പ് പൊടിക്കകത്തോട്ട് പഞ്ചസാരയും ഉപ്പും ചേർത്ത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ടേ കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴയ്ക്കണം. വെള്ളം കൂടി പോരുതേ. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമുക്കങ്ങ് കുഴച്ചെടുക്കാം. ഇത് കണ്ടോ, പരത്താൻ പരുവത്തിൽ, ഈ ഒരു പരുവം, ചപ്പാത്തിയുടെ പരുവം കഴിഞ്ഞ് വിടുന്ന ഒരു പരുവല്ലേ, ആ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തു. ഇനി നമുക്ക് ഇതാ തേങ്ങയും ശർക്കരയും അതുപോലെ തന്നെ ഒരു ഇച്ചിരി ഏലക്കാപ്പൊടി, ഇഷ്ടമുണ്ടോ ചേർത്താൽ മതി, പക്ഷെ ഇത് ചേർത്താൽ നല്ലതാണ്. കുറച്ച് നെയ്യ് കണ്ട, എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ശരിക്കും ഈ സ്പൂണൊന്നും ഇല്ലാതെ കൈയും കൊണ്ട് കുഴയ്ക്കുന്നതല്ലേ ഏറ്റവും നല്ലതല്ലേ. എനിക്ക് ഈ കൈയാണ് എല്ലാത്തിനും വശം. ഇപ്പം ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് വേറെ പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് ശർക്കര ഇതൊന്നും ഇല്ലാതെയും കഴിക്കാം, ഷുഗറൊക്കെ ഉള്ളവർക്ക്. ഇതാ ഇത്രയും മാവ് നമ്മളെടുത്ത് രണ്ടെണ്ണത്തിനുണ്ട് ഇപ്പം. അതിലേക്ക് നമ്മുടെ ഈ ഇലയിലേ ഒരു ഇച്ചിരി നെയ്യൊന്ന് തടവാവേ. വെറുതെ ഉണ്ടാക്കുന്ന ഗോതമ്പടയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റിന് തന്നെ എന്തൊരു മാറ്റാണെന്നറിയോ. കാര്യം ആ നെയ്യുടെയൊക്കെ ഫ്ലേവർ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നുണ്ടാക്കി നോക്കണേ. ഇങ്ങനെ നമുക്ക് പരത്തിയെടുക്കണം. ഇനി നമ്മുടെ മധുരം ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് വെച്ചാൽ മതിയേ. ഇനി ഇതിനെ ഒന്ന് മടക്കാം, ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ കല്ലൊക്കെ നല്ലപോലെ ചൂടായി കിടക്കുവാണേ. ഇതാ ഇനി ഇതിനെ ഇതേലോട്ടങ്ങ് വയ്ക്കാം. ഒന്ന് മൂടി വെച്ചേക്കാവേ, ഒന്ന് വെന്തോട്ടെ. നമ്മുടെ ഇലയുടെയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേ. കണ്ട, ഇതുപോലെ ഇങ്ങനെ കിട്ടണം, എന്നാലാണ് അത് കടിച്ച് പറിച്ച് തിന്നാനുള്ള ഒരു. ഇല ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്കങ്ങ് എടുക്കാം. കണ്ടേ, രണ്ടടയ്ക്കുള്ള മാവാണ് നമ്മൾ എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ അതാ രണ്ടട റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. എന്നാലും ഈ നല്ല മഴ പെയ്യുന്ന സമയത്തേ ഒരു കട്ടൻ ചായയുടെ കൂടെ വൈകുന്നേരം ഇങ്ങനെ ഇലയുടെയൊക്കെ തിന്ന് ഇങ്ങനെ ഇരിക്കാൻ എന്നാ രസമല്ലേ. ഭയങ്കര ചൂടാ. ഒന്ന് തിന്നൊന്ന് കാണിക്കാൻ. അകം കണ്ടോ, ആ ശർക്കരയും തേങ്ങയും ആ നെയ്യും കൂടെയൊക്കെ വരുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റില്ലേ. തിന്ന് കൊതിപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ ഉണ്ടാക്കി നോക്കാനാ. ഉണ്ടാക്കി നോക്കണേ. നല്ല മഴയൊക്കെ പെയ്യുമ്പോഴത്തേനും
വൈകുന്നേരം ഒരു ഓട്ടടയും ഇച്ചിരി ചായ അല്ല ഓട്ടടയല്ല ഇലയുടെയും ഒക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ച് അങ്ങ് വയ്ക്കുക. മഴക്കാലത്ത് പുറത്തിറങ്ങി വേറെ പണിയൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.